أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم ووصى بها إبراهيم بنيه ويعقوب يا بني إن الله اصطفى لكم الدين فلا تموتن إلا وأنتم مسلمون الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد اتقوا الله عباد الله സ്നേഹധന്യരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസികൾ, സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും സുന്ദരമായ സന്ദേശങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ഒരു ഈദുൽ ഫിത്തർ അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നമ്മളിലേക്ക് സമാഗതമായിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളിലൂടെ ഉൾപ്പെടെ ഈ രൂപത്തിൽ ഒരുമിച്ച് കൂടാൻ കഴിയാത്ത ഈദ്ഗാഹുകളിൽ നമസ്കാരത്തിന് സാധ്യമല്ലാത്ത ഒരു സാഹചര്യത്തിൽ അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഈദ് നമസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അനുസരിച്ച് നിർവഹിക്കാൻ നമുക്ക് സാധിച്ചിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഈദ് ആശംസകൾ അർപ്പിക്കുകയാണ്. തഖബ്ബലല്ലാഹു മിന്ന വ മിൻകും. പ്രിയമുള്ള വിശ്വാസികളെ കുളിച്ച് പുതുവസ്ത്രം ധരിച്ച് ഈദ് മുസല്ലയിലേക്ക് കടന്നു വന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഒന്നാമതായി നാം ശുദ്ധീകരിക്കേണ്ടത് നമ്മുടെ വിശ്വാസത്തെയാണ്. അഥവാ നമ്മുടെ വിശ്വാസത്തിൽ ഒരിക്കലും മാലിന്യങ്ങൾ കടന്നു വന്നുകൂടാ. നമ്മുടെ വിശ്വാസത്തിൽ ഒരിക്കലും കലർപ്പുകൾ കടന്നു വന്നുകൂടാ. നമ്മുടെ വിശ്വാസം ഒരിക്കലും മലിനമായിക്കൂടാ. എങ്ങനെയാണ് പ്രിയമുള്ളവരെ നമ്മുടെ വിശ്വാസം മലിനമാകുന്നത്? എങ്ങനെയാണ് നമ്മുടെ വിശ്വാസം മോശമാകുന്നത്? ഇസ്ലാം ഏറ്റവും ഗൗരവത്തിൽ പഠിപ്പിക്കുന്ന ശിർക്ക് എന്ന മഹാപാപം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ, നമ്മുടെ വിശ്വാസത്തിലേക്ക് കടന്നു വന്നാൽ, അതെ, നമ്മുടെ മുഴുവൻ സൽക്കർമ്മങ്ങളും ഇല്ലാതെയാകുമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതിന്റെ ഗൗരവം ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലഇൻ അശറക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. പ്രവാചകരെ, അങ്ങാണ് ശിർക്ക് ചെയ്യുന്നതെങ്കിൽ പോലും അങ്ങയുടെ കർമ്മങ്ങൾ മുഴുവൻ പാഴായി പോകും, താങ്കൾ നഷ്ടക്കാരിൽ പെട്ടുപോകുമെന്ന് ലോകത്തിന്റെ പ്രവാചകനെ വിളിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചുവെങ്കിൽ, ആ ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മുടെ ഒരു മാസത്തെ നോമ്പ് പോയി, നമ്മുടെ ഹജ്ജ് പോയി, നമ്മുടെ സ്വതക്ക പോയി, ഏതെല്ലാം സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടോ ആ മുഴുവൻ കർമ്മങ്ങളും നഷ്ടപ്പെട്ട് നമ്മൾ ഏറ്റവും വലിയ നഷ്ടക്കാരായി പോകും. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസി സമൂഹത്തെ ഓർമ്മപ്പെടുത്തിയത്, ലാ തുശ്രികു ബില്ലാഹി ശൈഅ വ ഇൻ കുതിഅത ഔ ഹുരിക്ത. വിശ്വാസികളെ, ഒരിക്കലും നിങ്ങൾ ശിർക്കിലേക്ക് കടന്നു പോകരുത്. നിങ്ങൾ അതിന്റെ പേരിൽ ജ്വലിക്കുന്ന അഗ്നിയിലേക്ക് എടുത്തെറിയപ്പെട്ടാലും ശരി, അതല്ല കഷ്ണമായി നിങ്ങൾ നുറുക്കപ്പെട്ടാലും ശരി, ശിർക്ക് ചെയ്യരുത് എന്ന് ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഓരോ വിശ്വാസിയും അവന്റെ ഫർദ് നമസ്കാര ശേഷം പ്രാർത്ഥിക്കുന്ന ശ്രദ്ധേയമായ ഒരു ദിക്റുണ്ട്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അതൈത വലാ മുഅതിയ ലിമാ മനഅത് വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. അല്ലാഹുവേ, നീ ഒരു കാര്യം നൽകാൻ തീരുമാനിച്ചാൽ അതിനെ തടയാൻ
ലോകത്തുള്ള ഒരു ശക്തിക്കും സാധ്യമല്ല. അള്ളാഹുവേ, നീ ഒരു കാര്യം തടഞ്ഞു വെച്ചാൽ അതിനെ നേടിത്തരാൻ ലോകത്തുള്ള ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് പ്രഖ്യാപിക്കുന്നവനാണ് വിശ്വാസി. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പടച്ച റബ്ബിനോടല്ലാത്തൊരു തേട്ടം ജീവിതത്തിന്റെ ഒരു ഘട്ടങ്ങളിലും ഉണ്ടാകരുത്. ഒരു സൃഷ്ടിയുടെ മുന്നിലും നമ്മൾ കുമ്പിടരുത്, കബറിടങ്ങൾ കെട്ടി ഉയർത്തരുത്, അവിടെ പട്ടുകൊണ്ട് മൂടരുത്, അതേപോലെ അവിടെ വിളക്ക് കത്തിക്കരുത്, ഐക്കല്ലുകളും ഏലസുകളും ശരീരത്തിൽ ബന്ധിക്കരുത്, റാത്തീബുകളുടെ മൗലൂദുകളുടെ പിന്നാലെ നമ്മൾ പോകരുത്, പടച്ച റബ്ബിനല്ലാതെ നമ്മൾ ബലിയിറക്കരുത്, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ സത്യം ചെയ്യരുത്. അതെ, തെളിമയാർന്ന സുന്ദരമായ ഈ തൗഹീദിന്റെ കുടക്കീഴിൽ ഒന്നിച്ചു നിന്നുകൊണ്ട് നമുക്ക് പ്രഖ്യാപിക്കാം, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രിയമുള്ളവരെ, നമ്മൾ വിശ്വാസികളാണ്. പരിശുദ്ധ ഖുർആൻ നമ്മളെ വിളിച്ച പേര് യാ അയ്യുഹല്ലദീന ആമനു, അല്ലേ വിശ്വാസികളെ എന്നാണ്. നമ്മുടെ റബ്ബ് എന്നാണ്, നമ്മുടെ കിബല ഒന്നാണ്, നമ്മുടെ വേദഗ്രന്ഥം ഒന്നാണ്, നമ്മുടെ പ്രവാചകൻ ഒന്നാണ്. പക്ഷേ പ്രിയമുള്ളവരെ, ആലോചിച്ച് നോക്കൂ, മുസ്ലിം സമൂഹം ഒന്നാണോ എന്ന ചോദ്യത്തിന് നമുക്ക് നൽകാനുള്ള മറുപടി അല്ല എന്നാണ്. വ്യത്യസ്ത കക്ഷികളായി, വ്യത്യസ്ത വിഭാഗങ്ങളായി മുസ്ലിം സമൂഹം വേറിട്ട് നിൽക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആലോചിച്ച് നോക്കൂ, നമ്മുടെ പലരുടെയും അവസ്ഥ. പരസ്പരം കണ്ട ചിരിക്കാൻ സാധിക്കുന്നില്ല, ഒന്ന് സലാം പറയാൻ സാധിക്കുന്നില്ല, സലാം പറഞ്ഞ സലാം മടക്കാൻ സാധിക്കുന്നില്ല. വല്ലാത്ത അസ്വസ്ഥതകളാണ്. പരസ്പരം പിണങ്ങി തൊലാഖിന്റെ വക്കലെത്തി നിൽക്കുന്ന ഭാര്യയും ഭർത്താക്കന്മാരുമില്ലേ ഇവിടെ? പരസ്പരം തമ്മിൽ തെറ്റി നിൽക്കുന്ന ജ്യേഷ്ഠന്മാരും അനുജന്മാരുമില്ലേ? പരസ്പരം മുഖത്തോട് മുഖം നോക്കാത്ത ബാപ്പയും മക്കളുമില്ലേ നമ്മുടെ ഇടയിൽ? അതുകൊണ്ട് വർഷങ്ങളായി തമ്മിൽ മിണ്ടാത്ത ബന്ധുമിത്രാദികളില്ലേ? പരസ്പരം സലാം പറയാത്ത സംഘടനയുടെ വക്താക്കളില്ലേ? പ്രിയമുള്ളവരെ, അറിയുക, എന്തിനാണ് നമ്മളിങ്ങനെ മാറി നിൽക്കുന്നത്? എന്തിനാണ് നമ്മളിങ്ങനെ അകന്നു നിൽക്കുന്നത്? അതെ, അതിന്റെ കാരണം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരിക്കലും താഴ്ന്നു കൊടുക്കാൻ സാധിക്കാത്ത നമ്മുടെ മനസ്സാണ് എല്ലാത്തിനും പ്രശ്നമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതാനും നാണയത്തൊട്ടുകൾക്ക് വേണ്ടി, ഒരു അരസെന്റ് ഭൂമിക്ക് വേണ്ടിയൊക്കെ പിണങ്ങി നിൽക്കുന്ന മനുഷ്യരെ, ദുനിയാവിലെ നേട്ടങ്ങൾക്ക് വേണ്ടി അകന്നു നിൽക്കുന്ന മനുഷ്യരെ, കേട്ടോ, തെറ്റി നിൽക്കുന്നവരെ, പിണങ്ങി നിൽക്കുന്നവരെ, അകന്നു നിൽക്കുന്നവരെ, ബന്ധം മുറിച്ചവരെ, കേട്ടോ, നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിശക്തമായ വാചകം, നിങ്ങളുമായി റബ്ബും ബന്ധം മുറിക്കും, റബ്ബും ബന്ധം മുറിക്കും. നമ്മുടെ നേതാവിന്റെ വാചകം, അശറഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം, ലാ യഹില്ലു ലിമുസ്ലിമിൻ അയ്യഹുജറ അഖാഹു ഫൗക സലാസ് വമൻ ഹജറ ഫൗക സലാസ് ദഖലൽ ജന്ന. ഒരു മുസ്ലിമിന് പാടുള്ളതല്ല തന്റെ സഹോദരനുമായി, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമുമായി 3 ദിവസത്തിലധികം പിണങ്ങി നിൽക്കാൻ പാടുള്ളതല്ല. അങ്ങനെ പിണങ്ങി നിൽക്കുമ്പോഴാണ് മലക്കുൽ മൗത്ത് അവനെ തേടിയെത്തുന്നതെങ്കിൽ, മരണം അവനെ തേടിയെത്തുന്നതെങ്കിൽ നരകത്തിലാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എന്തിനാ നമ്മൾ നോമ്പെടുത്തത്? റബ്ബ് സ്വീകരിക്കാനല്ലേ. എന്തിനാ നമ്മൾ നമസ്കരിച്ചത്? റബ്ബ് സ്വീകരിക്കാനല്ലേ. എങ്കിൽ മനസ്സിലാക്കിയോ, പിണങ്ങി നിൽക്കുന്നവരെ, തെറ്റി നിൽക്കുന്നവരുടെ റബ്ബ്, തെറ്റി നിൽക്കുന്നവരുടെ അമലുകൾ റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ട. അതുകൊണ്ട് ഈ ഈദ് മുസല്ലയിൽ നിന്ന് പിരിയുന്നതോടുകൂടി എല്ലാം മറക്കാൻ സാധിക്കണം, എല്ലാം പൊറുക്കാൻ സാധിക്കണം. ഒന്ന് ഫോൺ ചെയ്തിട്ടെങ്കിലും ബന്ധങ്ങൾ വിളക്കി ചേർക്കാൻ സാധിക്കണം. പിണക്കം നമുക്ക് വേണ്ട, ഇണങ്ങുന്നവരായി നമ്മൾ മാറണം. അതുകൊണ്ട് തന്നെ സകല പിണക്കങ്ങളുടെയും മതിൽക്കെട്ടുകൾ തകർത്തെറിഞ്ഞുകൊണ്ട്, ഹൃദയങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട്, അങ്ങനെ വിട്ടുവീഴ്ച ചെയ്ത് മനസ്സുകൾ ഒന്നിച്ച് ഹൃദയങ്ങൾ അടുത്തുകൊണ്ട് സ്നേഹത്തിന്റെ പുഞ്ചിരി വിടർത്തിക്കൊണ്ട് നമുക്ക് പ്രഖ്യാപിക്കാം, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട യുവാക്കളെ, പ്രിയപ്പെട്ട യുവതികളെ, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ ആദരിക്കുക, നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ ബഹുമാനിക്കുക, മനസ്സ് തുറന്ന് സ്നേഹിക്കുക. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അതിശക്തമായ ഒരു വാചകമുണ്ട്, റിളല്ലാഹി ബിറിളൽ വാലിദൈൻ വസഹത്തുല്ലാഹി വസഹത്തുൽ വാലിദൈൻ. റബ്ബിന്റെ തൃപ്തി വേണോ? റബ്ബിന്റെ സ്വർഗം വേണോ? അതെ, മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് റബ്ബിന്റെ തൃപ്തി എന്ന്. ആ റബ്ബിന്റെ സ്വർഗം അത് നേടണമെങ്കിൽ മാതാപിതാക്കൾ തൃപ്തി വേണമെന്ന് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ട യുവാക്കളെ, യുവതികളെ, നിങ്ങൾ കരുതിയിരിക്കുക. നിങ്ങളെ ചൂണ്ടയിടാനുള്ള അതിശക്തമായ ശ്രമങ്ങളാണ് ഇത് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, പ്രേമത്തിന്റെ രൂപത്തിൽ, സോഷ്യൽ മീഡിയകളുടെ രൂപത്തിൽ, രാഷ്ട്രീയ പാർട്ടികളുടെ രൂപത്തിൽ, ജെൻഡർ ന്യൂട്രാലിറ്റികളുടെ രൂപത്തിൽ നിങ്ങളെ ചൂണ്ടയിടാനുള്ള അതിശക്തമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് കരുതിയിരിക്കാൻ നമുക്ക് സാധിക്കണം. എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരോട്, പ്രിയപ്പെട്ട ഉപ്പമാരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങളുടെ ഒക്കത്തിരിക്കുന്ന, നിങ്ങളുടെ മടിയിലിരിക്കുന്ന, നിങ്ങളുടെ സമീപത്തിരിക്കുന്ന നിങ്ങളുടെ മക്കൾ, ആ മക്കൾ നിങ്ങളുടെ അമാനത്താണ്. നാളെ റബ്ബിന്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വേണം. അവർക്ക് ഭക്ഷണവും വെള്ളവും മാത്രം കൊടുത്താൽ പോരാ, മറിച്ച് ആ മക്കൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം, ഏറ്റവും നല്ല സ്നേഹം, അതിരുകളില്ലാത്ത സ്നേഹം അത് കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എന്നാൽ ഇന്ന് ആ നിലയ്ക്ക്
നിലയ്ക്കാത്ത സ്നേഹം കൊടുക്കാൻ പലർക്കും സാധിക്കുന്നില്ല, ആർക്കും സമയമില്ല. അതോടൊപ്പം അദബുൽ ഹസൻ, ഏറ്റവും നല്ല സംസ്കാരം നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കാൻ ബാധ്യതപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. റബ്ബിനെ ഓർക്കുന്ന മക്കൾ, ദീനിബോധമുള്ള മക്കൾ, ജീവിതത്തിന് ലക്ഷ്യമുള്ള മക്കളാക്കി നമ്മുടെ മക്കളെ വഴി നടത്താൻ പ്രിയമുള്ളവരെ നമുക്ക് ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മുടെ മക്കൾ ധരിക്കുന്ന വസ്ത്രത്തെക്കുറിച്ച് പ്രിയമുള്ളവരെ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? എന്താണ് നമ്മുടെ മക്കൾ ഇത് ധരിച്ചുകൊണ്ടിരിക്കുന്നത്? തട്ടം വലിച്ചെറിയുന്ന മക്കൾ, മുടി കോപ്പ് ചെയ്യുന്ന മക്കൾ, ജീൻസിന്റെയും ടോപ്പിന്റെയും സംസ്കാരത്തിലേക്ക് പോകുന്ന മക്കൾ, കോസ്മെറ്റിക് സൗന്ദര്യ വസ്തുക്കളുടെ കുത്തൊഴുക്കാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. LP സ്കൂളുകളിൽ പോലും ചുണ്ടു ചുവപ്പിച്ച് കൃത്രിമമായി ചായം പൂശി കടന്നു വരുന്ന മക്കളാണ് ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൺ പെൺ വേർതിരിവുകൾ ഇന്ന് ഇല്ലാതെയായിരിക്കുന്നു. ചാറ്റിങ്ങുകളുടെ, മിംഗ്ലിങ്ങുകളുടെ, DJ പാർട്ടികളുടെ സംസ്കാരം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് പല മക്കളും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിവാഹം എന്നത് പഴഞ്ചനാണ്, ഞങ്ങൾക്കത് വേണ്ട എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന LGBTQ-ന്റെ ഏറ്റവും പഴച്ച സംസ്കാരം, ആ സംസ്കാരത്തിലേക്ക് ഇന്ന് മക്കൾ കൂപ്പുകുത്തുന്ന ഒരു സാഹചര്യത്തിൽ പ്രിയമുള്ള രക്ഷിതാക്കളെ, ഇത് വല്ലാത്ത അപകടമാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഈ ലോകം നഷ്ടപ്പെടുത്തുന്ന, പരലോകം നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രവണതയിലേക്ക് ഒരിക്കലും നമ്മൾ പോയിക്കൂടാ. അതുകൊണ്ട് തടുക്കേണ്ടവരാണ്, തിരുത്തേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞല്ലോ, വൽമർഅതു റാഇയത്തുൻ, ഒരു പുരുഷനാകട്ടെ ഒരു പെണ്ണാകട്ടെ മാതാപിതാക്കളാകട്ടെ നാളെ റബ്ബിന്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. ആ മക്കളെ കുറിച്ച് ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാകും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് രക്ഷിതാക്കളോട് ഈ സമയത്ത് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇതാ ഒരു അവധിക്കാലമാണ് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് നമ്മുടെ മക്കളുടെ അവധിക്കാലം നന്മയിൽ നമ്മൾ ഉറപ്പുവരുത്തണം. അറിവിന്റെ സദസ്സവരുണ്ടാകണം, ഇൽമിന്റെ സദസ്സവരുണ്ടാകണം, ദീനിന്റെ മജ്‌ലിസുകൾ ഉണ്ടാകണം. മദ്രസ വിദ്യാഭ്യാസം എന്നുള്ളത് ഒരു കുട്ടിക്കളിയല്ല, അതിനെ ഗൗരവമായി കാണണേ എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ദീനിന്റെ ദഅവത്തിന്റെ വഴിയിൽ നമ്മുടെ മക്കളുണ്ടാകണം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. അല്ലാഹുവേ, എൻ്റെ മക്കളിൽ, എൻ്റെ ഇണകളിൽ കൺകുളിർമയെ പ്രദാനം ചെയ്യണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടവരും അതിന്റെ മാർഗമൊരുക്കേണ്ടവരുമാണ് വിശ്വാസികൾ. അതുകൊണ്ട് ആ കൺകുളിർമയുള്ള ആൺകുട്ടികളിൽ, പെൺകുട്ടികളിൽ നമ്മുടെ മക്കളുണ്ടാകണം. ലഹരിയും DJ പാർട്ടികളും തോന്നിവാസങ്ങളും അരങ്ങേറുന്ന ഒരു ലോകത്ത് നമുക്ക് നിർവഹിക്കാനുള്ള ഏറ്റവും വലിയ ദൗത്യം ഇതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് പ്രഖ്യാപിക്കാൻ സാധിക്കണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രിയമുള്ള സഹോദരിമാരെ, എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന ഈ ഈദ്ഗാഹിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ മനസ്സിലാക്കുക, നിങ്ങൾ സാധാരണ സ്ത്രീകളെ പോലെയല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഈദ്ഗാഹിൽ പോലും പരിഗണിച്ചിരുന്നു. അതുകൊണ്ട് സഹോദരിമാരോട് ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ശ്രദ്ധേയമായ ഉപദേശമുണ്ട്, ഇത്തലഅതു ഫിന്നാർ വഅക്സറു അഹ്ലിഹാ അന്നിസാ. എനിക്ക് നരകം കാണിക്കപ്പെട്ടു. ആ നരകത്തിൽ ഏറ്റവും അധികം എനിക്ക് കാണാൻ സാധിച്ചത് സഹോദരിമാരെയാണെന്ന് ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അതിൽ വല്ലാത്തൊരു സ്നേഹമുണ്ട്. അതെ, സഹോദരിമാർ, ഉമ്മമാർ നരകത്തിന്റെ വിറകായി കൂടാ എന്നുള്ള വല്ലാത്ത സ്നേഹത്തിന്റെ സംസാരമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതെ, യക്ഫുറുൽ അശീർ, തന്റെ ഇണയോടുള്ള നന്ദികേട് ഒരു കാരണമാണ്. ശാപപ്രാർത്ഥനകൾ അധികരിപ്പിക്കുന്ന ഒരു കാരണമാണ്. ജാറങ്ങളിൽ, മക്ബറകളിൽ, അതേപോലെ ശിർക്കിന്റെ കേന്ദ്രങ്ങളിൽ പലപ്പോഴും സഹോദരിമാരുടെ നീണ്ട ക്യൂ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ യഥാർത്ഥ വിശ്വാസത്തിന്റെ ആളുകളായി നമുക്ക് തീരാൻ സാധിക്കണം. നിങ്ങളുടെ ഹിജാബ് അത് കേവലം ഒരു തുണിക്കഷ്ണമല്ല, മറിച്ച് അത് തഖ്വയുടെ വസ്ത്രമാണ്, അത് വിശുദ്ധിയുടെ വസ്ത്രമാണ്, അത് പരിശുദ്ധിയുടെ വസ്ത്രമാണ്, അത് റബ്ബിന്റെ കൽപ്പനയാണ്. യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അതിന്റെ മാരടത്തിലൂടെ താഴ്ത്തിയിടാനാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വസ്ത്രത്തിലെ അത് ആരെങ്കിലും അഴിച്ചു വെക്കാൻ, ഏതെങ്കിലും തിട്ടൂരമിറക്കിയാൽ അത് അഴിച്ചു വെക്കാൻ ഒരു വിശ്വാസിനിക്ക് പാടില്ല. കാരണം മറിച്ച് ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ നെഞ്ചോട് ചേർത്ത് വെക്കാനുള്ള വസ്ത്രമാണ്. അതിനെതിരെ ആരൊക്കെ ശബ്ദിച്ചാലും ആ ശബ്ദത്തിന് എന്നെ കിട്ടുകയില്ല എന്ന് പ്രഖ്യാപിക്കാൻ പ്രിയമുള്ള സഹോദരിമാരെ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് നമ്മുടെ വസ്ത്രം ഇസ്ലാമികമാകണം, നമ്മുടെ സംസ്കാരം ഇസ്ലാമികമാകണം, നമ്മുടെ ദീൻ, ആ ദീൻ നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങണം. അങ്ങനെ നമുക്ക് പ്രഖ്യാപിക്കാം, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രിയമുള്ളവരെ, എവിടെയും ഇന്ന് ചർച്ച ലഹരിയാണ്. നമ്മുടെ മക്കളിൽ പലരിലും ഇന്ന് ലഹരിയുടെ പിടിയിലാണ്, പല യുവാക്കളും അതിന്റെ കെണിയിലാണ്. തിരിച്ചു വരാനാവാത്ത വിധം പലരും ഇന്ന് അതിന്റെ കെണിയിലകപ്പെട്ട വാർത്തകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പരിശുദ്ധ റമദാനിന്റെ ദിനരാത്രങ്ങൾ പോലും മുസ്ലിം നാമമുള്ള പലരും അതിന്റെ കെണിയിലകപ്പെട്ട വാർത്തകൾ വായിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. പല ഉമ്മമാരും പറയുന്നു,
പല ഉപ്പമാരും പറയുന്നു, എനിക്കൊന്നും ഉറങ്ങാൻ കഴിയുന്നില്ല, എൻ്റെ മകനെ പേടിച്ച് എനിക്കൊന്നും ഉറങ്ങാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കേവലം 25 പൈസ നാണയത്തിന്റെ അത്രയും ഉള്ള ഒരു വസ്തു, ഒരു സ്റ്റിക്കർ തന്റെ ശരീരത്തിൽ ഒട്ടിച്ചാൽ 24 മുതൽ 48 മണിക്കൂർ വരെ ആ ലഹരി കിട്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ലഹരി വലിച്ച് സ്വയമില്ലാതെയാവുന്ന ഒരു ലോകത്ത് പരിശുദ്ധ ഇസ്ലാം സകല മനുഷ്യരോടും പറയുന്നു, ഉമ്മുൽ ഖബായിസ്, സകല തിന്മകളുടെയും മാതാവാണ് ലഹരി. മിഫ്താഹു കുല്ലി ശർരിൻ, സകല തിന്മകളുടെയും താക്കോലാണ് ലഹരി. മഅസ്കറ കസീറുഹു ഫഖലീലുഹു ഹറാം, അത് കുറച്ചാകട്ടെ കൂടുതലാകട്ടെ അത് ഹറാമാണ്. അതിനാൽ അതിലേക്ക് അടുക്കരുതേ, അതിലേക്ക് സമീപിക്കരുതേ. ഇസ്ലാം മനുഷ്യരോട് പറയുന്നത് ജീവിതം ഒടുങ്ങാതിരിക്കാൻ ലഹരി തുടങ്ങാതിരിക്കുക എന്നുള്ളതാണ്. ജീവിതം ഒടുങ്ങാതിരിക്കാൻ ലഹരി തുടങ്ങാതിരിക്കുക എന്നുള്ളതാണ്. അതിനുള്ള പരിഹാരം അല്ലാഹു അക്ബറാണ്. കാരണം നമ്മൾ ഇവിടെ മുഴക്കിയ തക്ബീർ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. അല്ലാഹുവേ, എനിക്ക് നീയാണ് ഏറ്റവും വലിയവൻ. എൻ്റെ മക്കളെക്കാൾ, എൻ്റെ മാതാപിതാക്കളെക്കാൾ, എൻ്റെ കച്ചവടങ്ങളെക്കാൾ, എൻ്റെ പ്രിയപ്പെട്ടത് എന്തെല്ലാം ഉണ്ടോ അതിനേക്കാളെല്ലാം ഉപരി അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് എനിക്ക് ഏറ്റവും വലിയവനെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു വിശ്വാസി. അതുകൊണ്ട് നാട്ടുകാർ അറിയുന്നില്ലെങ്കിലും, വീട്ടുകാർ അറിയുന്നില്ലെങ്കിലും, സമൂഹം അറിയുന്നില്ലെങ്കിലും, തൊട്ടടുത്ത് കിടന്നുറങ്ങുന്നവൻ അറിയുന്നില്ലെങ്കിലും, സകലവും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ റബ്ബ്, ആ റബ്ബിനെ കാണുന്നുണ്ട് എന്നുള്ള ബോധ്യമാണ് ഒരു വിശ്വാസി മുന്നോട്ട് നയിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ആ ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കണം. ഇന്ന് ചില ആളുകൾ വിളിച്ചു പറയുന്നു, ചില യുവാക്കൾ വിളിച്ചു പറയുന്നു, ചില യുവതികൾ വിളിച്ചു പറയുന്നു, ജീവിതം ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് നിങ്ങൾ പരമാവധി ആസ്വദിച്ചു കൊള്ളുക. മൈ ബോഡി മൈ ചോയ്സ്. അതെ, എൻ്റെ ശരീരം എൻ്റെ അവകാശമാണ്. ഞാൻ ഇഷ്ടമുള്ളത് കാണും, ഇഷ്ടമുള്ളത് കേൾക്കും, ഇഷ്ടമുള്ളത് പ്രവർത്തിക്കും. അതുകൊണ്ട് ഇന്ന് കാണുന്ന സകല വൃത്തികേടുകളുടെയും സുപ്രധാനമായ കാരണം ഈ ലിബറൽ ചിന്താഗതിയാണ്, ഈ മതനിരാസമാണ്. അതുകൊണ്ട് നമുക്കിവിടെ വലിയ ചില കടമകളുണ്ട്, കടപ്പാടുകളുണ്ട്. ജീവിതം ഒന്നേയുള്ളൂ എന്ന വിഡ്ഢിത്തം പുലമ്പുന്നവരോട് പരിശുദ്ധ ഇസ്ലാമിന് പറയാനുള്ളതല്ല. ജീവിതം ഒന്നല്ല, ജീവിതം രണ്ടുണ്ട്. ഒരു അണുമണി തൂക്കം നന്മ ചെയ്താൽ അത് കാണുന്ന ഒരു ലോകമുണ്ട്, ഒരു അണുമണി തൂക്കം തിന്മ ചെയ്താൽ അത് കൊണ്ടുവരപ്പെടുന്ന ഒരു ലോകമുണ്ട്. ഒരു കൊമ്പില്ലാത്ത ആടിനെ കൊമ്പുള്ള ആട് കുത്തിയാൽ അതിന് തിരിച്ച് പ്രതികാരം ചെയ്യുന്ന ഒരു നീതിയുടെ ലോകം കടന്നു വരാനുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എൻ്റെ ശരീരം എൻ്റെ അധീനതയിലാണ്, ഞാൻ തോന്നുന്നത് ചെയ്യും എന്ന് പറയുന്ന ആ രൂപത്തിലുള്ള ചിന്തകൾ വെച്ച് പുലർത്തുന്നവരോട് പരിശുദ്ധ ഖുർആൻ പറയുന്നു, അല്ല, നിന്റെ ശരീരം നിന്റെ അധീനതയിലല്ല. നമ്മുടെ ശരീരം നമ്മുടെ ശ്വാസം നമ്മളെ സൃഷ്ടിച്ച സട്ടാവിന്റെ അധീനതയിലാണ്. ഓരോ വിശ്വാസിയും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, യാ ഹയ്യു യാ ഖയ്യൂം برحمتك استغيث اصلح لي شأني كله ولا تكلني الى نفسي طرفة عين. അതെ, എൻ്റെ കണ്ണൊന്ന് അടച്ചു തുറക്കുന്ന സമയം പോലും റബ്ബേ എൻ്റെ കാര്യം എന്നെ ഏൽപ്പിക്കരുത് എന്ന് പ്രഖ്യാപിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിനയാന്വിതരാവുക, സട്ടാവിലേക്ക് തിരിച്ചു പോവുക, ആ റബ്ബിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുക. അങ്ങനെ ഒരു വിശ്വാസിക്ക് പ്രഖ്യാപിക്കാം, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇസ്ലാമിലെ ജിഹാദ് ഇവിടെ വീണ്ടും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ചില വൃത്തികെട്ട മലീമസമായ നാവുകൾ അവരിന്ന് ജിഹാദിനെ വികലമാക്കിക്കൊണ്ടിരിക്കുന്നു, തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി തങ്ങളുടെ ചില പ്രോപ്പഗണ്ടകൾ സമൂഹത്തിൽ വീണ്ടും അവരെടുത്ത് പുറത്തു കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ തിരിച്ചറിയണം, ഇസ്ലാം പഠിപ്പിച്ച ജിഹാദ്, പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഒരു ജിഹാദുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ജിഹാദുണ്ട്. ആ ജിഹാദ് ആർദ്രതയുടെ ജിഹാദാണ്, അത് അലിവിന്റെ ജിഹാദാണ്, അത് കാരുണ്യത്തിന്റെ ജിഹാദാണ്, അത് മാതാപിതാക്കളെ ചേർത്ത് പിടിക്കുന്ന ജിഹാദാണ്, അത് ദേഹേച്ഛകളെ തടഞ്ഞു നിർത്തുന്ന ജിഹാദാണ്. കഴിഞ്ഞ ഒരു മാസം വിശ്വാസി സമൂഹം ശക്തമായ ജിഹാദിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ജിഹാദിനെ തിരിച്ചറിയാതെ ചിലരൊക്കെ ഇന്ന് സമൂഹത്തിൽ വിഷം കലക്കുന്ന പോലെ ആ ജിഹാദിൽ ഒരിക്കലും പ്രേമത്തിന്റെ ജിഹാദില്ല, നാർക്കോട്ടിക് ജിഹാദില്ല, മറ്റുള്ളവന്റെ മേൽ കത്തിവെക്കുന്ന ഒരു ജിഹാദ് നമുക്കവിടെ കാണാൻ സാധ്യമല്ല. വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. ഈ പരിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ കൊണ്ട് ജിഹാദ് ചെയ്യാനാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഒരു വിശ്വാസിയുടെ ആയുധം അത് പരിശുദ്ധ ഖുർആനാണ്. ഖുർആൻ ഇറങ്ങിയ മാസമാണ് കഴിഞ്ഞു പോയത്. ഖുർആൻ പഠിപ്പിക്കുന്ന സദസ്സിൽ പ്രിയമുള്ളവരെ, നാമുണ്ടോ, നമ്മുടെ കുടുംബമുണ്ടോ എന്ന് നമ്മൾ ഗൗരവമായി ആലോചിക്കുക. അതുകൊണ്ട് ഈ ജിഹാദിനെ തെറ്റിദ്ധരിപ്പിച്ചവരോട് പരിശുദ്ധ ഇസ്ലാമിന് പറയാനുള്ളത്, പഠിക്കൂ നിങ്ങൾ ഈ ജിഹാദിനെ എന്നുള്ളതാണ്. ഇസ്ലാം എന്നുള്ളത് മാനവികതയുടെ ദർശനമാണ്. ഇസ്ലാമിൽ വെളുത്തവനെന്ന കറുത്തവനെന്ന വ്യത്യാസം നമുക്ക് കാണാൻ സാധ്യമല്ല, ആടിനെന്ന കുചേലെന്ന വ്യത്യാസം നമുക്ക് കാണാൻ സാധ്യമല്ല, പാവപ്പെട്ടവനെന്ന പണിക്കാരനെന്ന വേർതിരിവ് ഇസ്ലാമിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. ഇസ്ലാം സകല മനുഷ്യനോടും പറയുന്നത്, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസ വജഅൽനാകും ശുഊബൻ വഖബാഇൽ ലിതആറഫു. മനുഷ്യരെ, നിങ്ങളെ ഒരു ആണിൽ
നിന്നും പെണ്ണിൽ നിന്നുമാണ് നിങ്ങളുടെ സൃഷ്ടാവ് നിങ്ങളുടെ റബ്ബ് സൃഷ്ടിച്ചിരിക്കുന്നത്. നിങ്ങൾ വ്യത്യസ്ത ഗോത്രങ്ങളാക്കിയത്, വിഭാഗങ്ങളാക്കിയത്, വെളുത്തവനും കറുത്തവനുമാക്കിയത്, ഇന്ത്യക്കാരനും അമേരിക്കക്കാരനുമാക്കിയത്, വ്യത്യസ്ത രൂപത്തിൽ വേർതിരിച്ചത് നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തൊലിയുടെ പേരിൽ, നിറത്തിന്റെ പേരിൽ, സമ്പത്തിന്റെ പേരിൽ ഒരു മനുഷ്യനും തമ്മിൽ തെല്ലാൻ പാടില്ല, അഹങ്കാരം നടിക്കാൻ പാടില്ല. അതുകൊണ്ടൊന്നും അവന് മെച്ചമില്ല എന്നാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, റബ്ബിന്റെ അടുക്കൽ രക്ഷപ്പെടുന്നവൻ തഖ്വയുള്ളവനാണ്. ലാ ഫദ്ല ലി അറബിയ്യിൻ വലാ അജ്മിയ്യ, ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അറബിക്ക് അനറബിയെക്കാളോ വെളുത്തവന് കറുത്തവനെക്കാളോ ഇല്ല, റബ്ബിന്റെ അടുക്കൽ ഒരു ശ്രേഷ്ഠതയുമില്ല. ഇല്ലാ ബി തഖ്വ, തഖ്വയുടെ അടിസ്ഥാനത്തിലല്ലാതെ, റമദാൻ നേടിത്തന്ന ആ തഖ്വയുടെ മനസ്സിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒരു മനുഷ്യനും റബ്ബിന്റെ അടുക്കൽ സ്ഥാനമില്ല, മാനമില്ല. അതുകൊണ്ട് അറബിയായ അബൂബക്കറിനെയും അനറബിയായ സൽമാനിനെയും ഉടമയായ ഉമറിനെയും അടിമയായ ബിലാലിനെയും പണക്കാരനായ ഉസ്മാനെയും പണിക്കാരനായ യാസറിനെയും വെളുത്തവനായ അലിയെയും കറുത്തവനായ സെയ്ദിനെയും റളിയല്ലാഹു അൻഹും അജ്മഈൻ ഒരേ മാലയുടെ മുത്തുമണികളായി കോർത്തിണക്കിയ ഈ സഹോദര്യത്തിന്റെ, ഈ സമത്വത്തിന്റെ സുന്ദരമായ കുടക്കീഴിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് നമുക്ക് പറയാം, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. പ്രിയമുള്ളവരെ, പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, പലരും തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്നു റമദാൻ കഴിഞ്ഞല്ലോ, ഇനി നമസ്കാരം നിർത്താം, ഇനി നോമ്പ് നിർത്താം, ഇനി ഖുർആൻ പാരായണം നിർത്താം, ഇനി ഇബാദത്തുകൾ നിർത്താം, ഇനി പഴയ തോന്നിവാസങ്ങളിലേക്ക്, ചെളിക്കുണ്ടിലേക്ക് തിരിച്ചു പോകാം, ഇതാ റമദാൻ കഴിഞ്ഞല്ലോ എന്ന് ചിന്തിക്കുന്ന ആളുകളെ, പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരിയില്ല, നമുക്ക് നിർത്താൻ സമയമായിട്ടില്ല. വിശ്വാസത്തിൽ ഒന്നാമത്തെ വിശ്രമം അത് ഖബറിലാണ്, രണ്ടാമത്തെ വിശ്രമം സ്വർഗത്തിലാണ്. കേവലം റമദാനിന്റെ സീസൺ ഭക്തിക്കാരായി എല്ലാ നന്മകളും അവസാനിപ്പിച്ച് പഴയ ചെളിക്കുണ്ടിലേക്ക് തിരിച്ചു പോകാനാണ് നമ്മുടെ തീരുമാനമെങ്കിൽ നമ്മുടെ ഒരു മാസം പോയി, നമ്മുടെ നമസ്കാരം പോയി, നമ്മുടെ നോമ്പ് പോയി. ഉലൈക ഹുൽ ഖാസിറൂൻ, നഷ്ടക്കാരായി നമ്മൾ മാറും. പരിശുദ്ധ ഖുർആൻ ഒരു സ്ത്രീയെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്, ഒരു പെണ്ണിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. വലാ തകൂനു കല്ലതി നഖലതു അസ്ലഹ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ. ആ പെണ്ണ് രാവിലെ മുതൽ ചെറിയ ചെറിയ കയറുകൾ എടുത്ത് പിരിച്ച് അത് ചേർത്ത് വെച്ച് അവസാനം ശക്തമായ ഒരു വടമാക്കി കയറാക്കി മാറ്റുന്നു. വീണ്ടും അതെല്ലാം അഴിച്ച് പഴയ പോലെ തന്റെ പണി മുഴുവൻ വൃഥാവിലാക്കുന്ന ഒരു പെണ്ണിനെ പോലെ, ഒരു സ്ത്രീയെ പോലെ ആകരുത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് റമദാൻ കഴിഞ്ഞാലും നോമ്പ് അവസാനിച്ചിട്ടില്ല. ശവ്വാലിലെ 6 നോമ്പുകൾ ഉൾപ്പെടെ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പുകൾ ഇനി ബാക്കിയാണ്. ഖുർആൻ മാറ്റിവെച്ചാൽ, ആ ഖുർആൻ പഠിക്കാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ നമ്മുടെ പ്രവാചകൻ നാളെ നമുക്കെതിരെ തിരിയുന്ന ഒരവസ്ഥയുണ്ടാകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നോമ്പ് അവസാനിക്കുന്നില്ല, ഖുർആൻ എവിടെയും പോകുന്നില്ല, പള്ളിയുടെ കവാടങ്ങൾ കൊട്ടിയടയ്ക്കപ്പെടുന്നില്ല, കർമ്മങ്ങൾക്ക് പ്രതിഫലം ഇനിയുമുണ്ട്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒട്ടനവധി നിമിഷങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. മരണം വരെ റബ്ബിനെ ആരാധിക്കുന്നവരായി തീരാൻ നമുക്ക് സാധിക്കണം. റമദാനിന്റെ സ്പെഷ്യലിസ്റ്റുകളല്ല, റമദാൻകാരല്ല, മറിച്ച് റബ്ബിന്റെ ഏറ്റവും വിനയമുള്ള അടിമകളായി തീരാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ആ രൂപത്തിൽ ആ ഈദിന്റെ, അതേപോലെ വ്രതത്തിന്റെ, നോമ്പിന്റെ ആ തഖ്വയെ ഹൃദയത്തിൽ ഏറ്റിക്കൊണ്ട് നമുക്ക് പ്രഖ്യാപിക്കാം, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. പ്രിയമുള്ളവരെ, പെരുന്നാൾ ആഘോഷിക്കാനുള്ളതാണ്, പെരുന്നാൾ ആനന്ദിക്കാനുള്ളതാണ്, സംശയമില്ല. പക്ഷേ ധൂർത്തിന്റെ, പൊങ്ങച്ചത്തിന്റെ രംഗങ്ങളായി നമ്മുടെ പെരുന്നാൾ മാറരുത്. പല സഹോദരങ്ങളും പട്ടിണിയിലാണ്, പല നാടുകളും പ്രയാസത്തിലാണ്. അതുകൊണ്ട് ഭക്ഷണം പാഴാക്കരുത്. ആ ഈദിന്റെ സമയത്ത് നമ്മൾ റബ്ബിനെ കുറിച്ചുള്ള ബോധവും വിട്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഒരുപാട് പേർ പ്രയാസപ്പെടുന്നുണ്ട്, ഒരുപാട് പേർ ബുദ്ധിമുട്ടുന്നുണ്ട്. രോഗികളെ സന്ദർശിക്കാൻ നമുക്ക് സാധിക്കണം. വേദന അനുഭവിക്കുന്നതിന്റെ ആ പ്രയാസങ്ങൾ അകറ്റാൻ നമുക്ക് സാധിക്കണം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈദിന്റെ സ്വതക്ക പ്രത്യേക പുണ്യമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ദൂർത്ത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ പാടില്ല, ഹറാമുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ പാടില്ല. ഈ ഒരു ഈദ്ഗാഹിൽ നമ്മൾ പുറത്തിറങ്ങിയാൽ പലതരത്തിൽ പിശാച് നമ്മളെ മാടി വിളിക്കും. ഈ സ്പെഷ്യൽ പ്രോഗ്രാമുകളുടെ രൂപത്തിൽ, ആവാസങ്ങളുടെ രൂപത്തിൽ, വൃത്തികേടുകളുടെ രൂപത്തിൽ, തോന്നിവാസങ്ങളുടെ രൂപത്തിൽ, അങ്ങനെ പലതിന്റെയും പേരിൽ നമ്മുടെ ചൈതന്യം മുഴുവൻ തകർത്തെറിഞ്ഞ് നമ്മളെ വീണ്ടും പഴയ വൃത്തികേടുകളിലേക്ക് നയിക്കാൻ പിശാച് ഏറ്റവും അധികം പ്രവർത്തിക്കുന്ന ഒരവസ്ഥയുണ്ടാകും. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും കരുതിയിരിക്കുക, പിശാചിനിടം കൊടുക്കാതെ ഈ ഒരു ഈദ് ഏറ്റവും നല്ല ഈദായി റബ്ബിന് ഇഷ്ടപ്പെട്ട പ്രവർത്തനം ചെയ്ത്, രോഗികളെ സന്ദർശിച്ച്, പാവങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, ബന്ധങ്ങൾ പുതുക്കി, സ്നേഹങ്ങൾ ചേർത്ത്, ആ രൂപത്തിൽ റബ്ബിന് ഇഷ്ടപ്പെട്ട ഈദായി ഈ ഈദിനെ മാറ്റാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതുകൊണ്ട് നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുന്ന സമയത്ത് ചില മുഖങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാനുണ്ട്, ചില ചിന്തകൾ നമ്മുടെ മനസ്സിൽ തെളിയാനുണ്ട്. അതെ, ലോകം
രോഗഭീതിയിലാണ്, പശ്ചിമേഷ്യ സമാധാനത്തിലാണ്. ജനങ്ങൾ പലരും ദുരിതക്കയത്തിലാണ്. കഴിക്കാൻ ഭക്ഷണമില്ലാത്തവരുണ്ട്, കുടിക്കാൻ വെള്ളമില്ലാത്തവരുണ്ട്, എവിടേക്ക് പോകുമെന്നറിയാത്തവരുണ്ട്, ഇണകൾ നഷ്ടപ്പെട്ടവരുണ്ട്, പിഞ്ചോമനകൾ നഷ്ടപ്പെട്ടവരുണ്ട്, പലതരത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുന്നവരുണ്ട്. ബോംബിന്റെയും തോക്കിന്റെയും മിസൈലുകളുടെയും സീൽക്കാര ശബ്ദങ്ങൾ ഓർത്ത് കിടക്കുന്ന ജനതകൾ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുണ്ട്. അവരെ മറക്കാൻ പാടില്ല, അവരെ മറക്കാൻ പാടില്ല. അത് അന്ന് പലസ്തീനിലാണെങ്കിൽ, ഇന്ന് ഇറാനിലാണെങ്കിൽ, നാളെ മറ്റെവിടെയെങ്കിലും ആയിരിക്കുമെന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് മനുഷ്യത്വം മരവിച്ച അധികാര കൊതിമൂറ്റ കൊന്നിട്ടും മതി വരാത്ത ജൂതന്മാർ, സയനിസ്റ്റുകൾ, അവർ സംഹാര താണ്ഡവങ്ങൾ നടത്തുന്ന, അവർക്ക് ഒത്താശ ചെയ്ത് കിടക്കുന്ന ആളുകളും കൂടി സംഹാര താണ്ഡവങ്ങൾ നടത്തുന്ന ഈ ഒരു ലോകത്ത്, മനുഷ്യ പിശാചുകൾ അതിശക്തമായി മുന്നോട്ട് പോകുന്ന ഒരു ലോകത്ത് പ്രിയമുള്ള വിശ്വാസികളെ, നമ്മൾ പ്രതിഷേധിക്കുക, നമ്മൾ പ്രതികരിക്കുക. ആത്മാർത്ഥമായി ആ പിശാചിന്റെ ശക്തികൾക്കെതിരെ നമ്മുടെ പ്രാർത്ഥനയോടെ ഉയരേണ്ടതുണ്ട്. അല്ലാഹുവേ, പീഡിതരായ ജനതയെ നീ സംരക്ഷിക്കണമേ. അല്ലാഹുവേ, സയനിസ്റ്റുകളെ, യഹൂദികളെ, അവരുടെ കുതന്ത്രങ്ങളെ, അവരുടെ കൂട്ടാളികളെ നീ തകർക്കണമേ റബ്ബേ. അല്ലാഹുവേ, ലോകത്ത് സമാധാനം വർദ്ധിപ്പിക്കണമേ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാലഘട്ടത്തെക്കുറിച്ച് മുസ്ലിം സമൂഹത്തിന് താക്കീത് നൽകി. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലോകത്തൊരു കാലഘട്ടം കടന്നു വരും. യൂശക്കൽ ഉമം അൻ തദഅ അലൈക്കും കമാ തദഅ അൽ-അഖലത ഇലാ ഖസ്അതിഹാ. മുസ്ലിം ഉമ്മത്തിന് ഒരു കാലഘട്ടം കടന്നു വരാനുണ്ട്. ഒരു വിശന്ന ഒരു സമൂഹത്തിന് മുന്നിൽ ഒരു വിഭവസമൃദ്ധമായ ഭക്ഷണത്തളിക കൊണ്ടുവന്ന് വെച്ചാൽ എത്രത്തോളം ആർത്തിയോടെ ആ ഭക്ഷണത്തളികയിലേക്ക് കൈകൾ നീളുമോ, അതേപോലെ ഭക്ഷണപ്പൊതികളിലേക്ക് കൈകൾ നീളുന്ന ആ രൂപത്തിൽ മുസ്ലിം സമൂഹം ആക്രമിക്കപ്പെടുന്ന, പീഡിപ്പിക്കപ്പെടുന്ന, മർദ്ദിക്കപ്പെടുന്ന ഒരു കാലഘട്ടം ലോകത്തേക്ക് കടന്നു വരാനുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സഹാബത്ത് ചോദിച്ചു, പ്രവാചകരെ, ഞങ്ങളെന്ന് ന്യൂനപക്ഷമായിരിക്കുമോ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, നിങ്ങളെന്ന് ഭൂരിപക്ഷമായിരിക്കും. പക്ഷേ വലിയ മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു വരുന്ന ചപ്പുകളെ പോലെ, ചവറുകളെ പോലെ മുസ്ലിം സമൂഹം വീര്യം നഷ്ടപ്പെട്ട്, ഈമാൻ നഷ്ടപ്പെട്ട് അധപതിക്കുന്ന ഒരു കാലഘട്ടം ലോകത്ത് കടന്നു വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, പ്രിയമുള്ളവരെ, മുസ്ലിം സമൂഹം കേവലം കാനേശുമാരിയുടെ കോളത്തിൽ ഒതുങ്ങുന്ന മുസ്ലിം നാമധാരികളായി മാറുന്ന ഒരു കാലഘട്ടത്തിൽ ലിബറൽ ചിന്താഗതികളും നിരീശ്വര നിർമ്മത പ്രസ്ഥാനങ്ങളുടെ കടന്നുവരവും കുഫറിന്റെയും ശിർക്കിന്റെയും വഴിപഴിച്ച ആദർശങ്ങളും സജീവമായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ലോകത്തിലേക്ക് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും, അഖില പ്രവാചകന്മാരും ലോകത്തിന് നൽകിയ ഒരു വസിയത്തുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നൽകിയ വസിയത്ത്, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം നൽകിയ വസിയത്ത്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നൽകിയ വസിയത്ത്, മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വസിയത്ത്, അതെ, ലോകത്തേക്ക് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും നൽകിയ ഒരു വസിയത്ത്. ആ വസിയത്താണ് ഈദിന്റെ സന്ദേശമായി നമ്മൾ ഇന്ന് നെഞ്ചിലേറ്റേണ്ടത്. അതെ, ഇബ്രാഹീമു വബനീഹി വയഅഖൂബ് യാ ബനിയ ഇന്നല്ലാഹ ഇസ്തഫാ ലക്കുമുദ്ദീൻ വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അതെ, ലോകത്തേക്ക് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും നമുക്ക് നൽകിയ വസിയത്താണ് ഈദിന്റെ സന്ദേശമായി ഈദ് മുസല്ലയിൽ ഒരുമിച്ച് കൂടിയ വിശ്വാസികളോട് പ്രഖ്യാപിക്കാനുള്ളത്. ഏതാണ് ആ വസിയത്ത്? വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ വക്താക്കളായിക്കൊണ്ടല്ലാതെ, പ്രിയമുള്ളവരെ, നമ്മൾ മരണപ്പെടരുതേ, ഈ ലോകത്തുനിന്ന് വിട പറയരുതേ എന്ന ലോകത്തിന്റെ പ്രവാചകന്മാർ നൽകിയ ആ ഹൃദയത്തിന്റെ വസിയത്ത് നെഞ്ചിലേറ്റി, ആ വസിയത്തിന്റെ ഉടമകളായി അതിനുവേണ്ടി പ്രാർത്ഥിച്ച്, അതിനുവേണ്ടി പ്രവർത്തിച്ച് ഈ ഈദിന്റെ മഹിതമായ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരേ മനസ്സോടെ റബ്ബ് സുബ്ഹാനഹു വ തആലയെ വാഴ്ത്തി, സ്നേഹം പങ്കുവെച്ച്, ആശംസകൾ പങ്കുവെച്ച്, പരസ്പരം നന്മകൾ പകർന്നു കൊടുത്ത്, നിറഞ്ഞ മനസ്സുമായി, പ്രാർത്ഥനാ നിർഭരമായ ഹൃദയവുമായി ഈദ് മുസല്ലയിൽ നിന്ന് പിരിഞ്ഞു പോവുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഒരുമിച്ച് കൂടിയ പോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബസമേതം ഒരുമിച്ച് കൂടാനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, മാരകമായ രോഗങ്ങളിൽ നിന്ന്, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത വേദനകളിൽ നിന്നും, ദുരന്തങ്ങളിൽ നിന്നും അല്ലാഹു ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുക റഹ്മാനെ. അല്ലാഹു, പല സഹോദരങ്ങളും സഹോദരിമാരും ഇതേപോലെ ഞങ്ങളുടെ കൂടെ